ജലവിതരണ പൈപ്പ് പൊട്ടി ഉണ്ടായ ഗർത്തം വാട്ടർ അതോറിറ്റി മൂടിയില്ല. പത്തനംതിട്ടയിലാണ് ഈ സംഭവം. ഇന്നലെ കാഴ്ച പരിമിതിയുള്ള ആൾ ഗർത്തത്തിൽ വീണു. പൈപ്പ് പൊട്ടി 3 ദിവസം കഴിഞ്ഞിട്ടും ദേ കണ്ടുള്ളൂ, 3 ദിവസം കഴിഞ്ഞു. ഇന്നലത്തെ വിഷ്വലാണിത്. ഈ പ്രദേശത്ത് ജലവിതരണം പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഈ ഗർത്തമൊക്കെ മൂടാതെ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം. ഒരാൾ വീണ് ഈ ഗർത്തത്തിൽ വീണതാണ്. ഇപ്പോഴും ഈ ആൾക്കാർ കൊണ്ടാലും പഠിക്കില്ല, കണ്ടാലും പഠിക്കില്ല. മതി രോഷം മതി. AV ജയശങ്കർ ചേരുന്നു. ഈ കുഴി മൂടാത്ത സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഗർത്തമുണ്ടാക്കിയ സ്ഥലത്ത് നിന്ന് ജയശങ്കർ ചേരുന്നു. ജയശങ്കർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് ഈ വാട്ടർ അതോറിറ്റിയോടൊന്ന് വിളിച്ചു പറയണം, ദയവ് ചെയ്ത് നിങ്ങളൊന്ന് കൂടി, ഇനി ഒരു മനുഷ്യൻ്റെ മരണം അവിടെ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾ കുഴി മൂടൂ എന്ന് അതോറിറ്റിയോട് ചോദിക്കണം. ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇത്തരത്തിൽ പത്തനംതിട്ടയിലെ പ്രധാന പാതയിൽ, അതായത് KSRTCയിൽ നിന്ന് സിവിൽ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡിൽ ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടത്. നമ്മൾ അന്ന് തന്നെ ഈ വാർത്ത ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഞായറാഴ്ചയായി, പക്ഷേ ഇത്രയും ദിവസം 4 ദിവസത്തോളം പിന്നിട്ടു. പക്ഷേ ഇപ്പോഴും ഇക്കാര്യത്തിൽ അധികാരികൾക്ക് ഒരു അനക്കവുമില്ലാത്ത സാഹചര്യമാണ്. ഇന്നലെയാണ് അന്ധനായ ഒരാൾ ഈ ഗർത്തത്തിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നാട്ടുകാരുടെ ഇടപെടൽ മൂലം മാത്രമാണ് അദ്ദേഹത്തിന് വലിയൊരു അപകടം ഒഴിവായത്. ഇവിടെ ചില സിഗ്നൽ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്, അപ്പുറത്തേക്ക് ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഈ അടുത്ത് നിർമ്മാണം പൂർത്തിയായ റോഡാണ്, ആ റോഡിലെ ഗർത്തമാണ് ഇത്തരത്തിൽ ഇടിഞ്ഞിരിക്കുന്നത്. SKN നേരത്തെ ഈ വാട്ടർ അതോറിറ്റിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അതിൽ PWD ഇതിനകം തന്നെ വാട്ടർ അതോറിറ്റിയോട് ഈ റോഡ് നന്നാക്കാൻ ഉള്ള നിർദ്ദേശം നൽകി. പക്ഷേ വാട്ടർ അതോറിറ്റിക്ക് അനക്കമില്ല. ഈ റോഡിനടിയിലൂടെ പൊട്ടിയ പൈപ്പ് ഇപ്പോഴും പൊട്ടിയ തലത്തിൽ തന്നെ കിടക്കുകയാണ്. നന്നാക്കാനുള്ള നടപടി പോലും വാട്ടർ അതോറിറ്റി സ്വീകരിച്ചിട്ടില്ല. അന്ന് ഈ പൈപ്പ് പൊട്ടി ഇതിന് സമീപത്തുള്ള ശില്പ സിൽക്സിലേക്ക് ഉൾപ്പെടെ വലിയ തോതിൽ വെള്ളവും ചളിയും ഒക്കെ ഒഴുകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പുതിയ റോഡാണ് SKN. ഈ അടുത്ത് മാത്രമാണ് ഈ റോഡ് ഇത്തരത്തിൽ നവീകരിച്ചത്. ആ റോഡിലാണ് നമുക്ക് കണ്ടാൽ ഈ 2012 സിനിമയിൽ ഭൂമിയൊക്കെ ഇടിഞ്ഞ് താഴ്ന്ന ഒരു ഇതുപോലെയൊക്കെ തോന്നും, കണ്ടാൽ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനൊരു ഗർത്തം ഇവിടെയുണ്ട്. പക്ഷേ അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല. വലിയ തോതിൽ വാഹനങ്ങളൊക്കെ പോകുന്ന റോഡാണ്. എന്തായാലും പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെയുണ്ട്. നമുക്ക് പ്രതികരണങ്ങളൊക്കെ ആരാഞ്ഞുകൊണ്ടുണ്ട്. ചേട്ടാ, കുറേ ദിവസമായി ഇതിങ്ങനെ കിടക്കാൻ. ഇതേ ഒരു മരണം നടന്നാൽ മാത്രമേ ഇനി ഇത് പൂർത്തീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിത്തീരുന്നതിന്. കാരണം വാട്ടർ അതോറിറ്റിയും ഈ PWD ഒരു 5 പൈസയുടെ 1 രൂപയുടെ പണി ചെയ്യുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. 1 രൂപയുടെ. ഇപ്പം അന്ന് തന്നെ നമ്മളിത് കൃത്യമായിട്ട് അറിയിച്ചതല്ലേ? അന്ന് തന്നെ അറിയിച്ചതാണ്. പോലീസുകാരാണ് വന്ന് ഇതിൻ്റെ അവസ്ഥ കണ്ട് പോലീസുകാരാണ് ഈ 2 സൈഡും കെട്ടി ഇങ്ങനെ കെട്ടിയിട്ടത്. അല്ലാതെ വാട്ടർ അതോറിറ്റിയോ PWDക്കാരോ ആരും ഇവിടെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ചേട്ടാ, ഇതെന്താ? ശരിയാക്കണം. അതാണ് SKN നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ശരിയാക്കണം. പോലീസാണ് ഇതിൻ്റെ ഒടുവിൽ ഇത്തരത്തിലൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയത്. എന്തായാലും ദൃശ്യങ്ങൾ കാണുമ്പോൾ വളരെയധികം ഞെട്ടിക്കുന്ന കാര്യമാണ്. കാരണം ഇതിൽ നിന്നൊരാൾ വീണ് മരിച്ചാൽ മാത്രമേ നടപടി ഉണ്ടാകൂ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അടിയന്തരമായൊരു പരിഹാരം നഗരത്തിൽ ആവശ്യമാണ്. കാരണം മന്ത്രി ഉൾപ്പെടെ സഞ്ചരിക്കുന്ന പാതയാണ്. മന്ത്രി വീണ ജോർജൊക്കെ ഇതിലൂടെ പലപ്പോഴും ചീറിപ്പായാറുണ്ട്. ആ ഘട്ടത്തിൽ മന്ത്രി ഉൾപ്പെടെ പോകുന്ന പാതയാണ്. ഒരു അടിയന്തര ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആവശ്യമാണ്. SKN അത്രമാത്രം വലിയൊരു ഭീകര കാഴ്ചയാണ് SKN പത്തനംതിട്ടയിൽ നിന്ന് നമുക്ക് കാണുന്നത്. എന്തായാലും ഈ വാർത്തയോടെയെങ്കിലും അധികൃതർ ഒരു നടപടി എടുക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും ഈ കുഴി എത്രയും പെട്ടെന്ന് ഈ വാട്ടർ അതോറിറ്റി മൂടണം. AV ജയശങ്കർ, താങ്കൾ തീർച്ചയായിട്ടും ഒന്ന് മൂടാൻ വേണ്ടി വിളിച്ചു പറയണം. 24 അത് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ മതി. അവരെല്ലാം തെറ്റിദ്ധരിക്കും. നിങ്ങളാണോ ഇതൊക്കെ തീരുമാനിക്കുന്നത്?